യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ടെസ്ല സിഇഒ എലോൺ മസ്ക് ഇപ്പോൾ രംഗത്ത് വരികയാണ്. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ നീചനായ മുഖമാണ് അദ്ദേഹം ഇപ്പോൾ എക്സിലൂടെ തുറന്നു കാട്ടുന്നത്. പിഞ്ചുകുട്ടികളെ പോലും ഉപദ്രവിക്കുന്ന നീചനായ ക്രൂരനായ ഒരു വ്യക്തിയെയാണ് യുക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കിയെ ഇപ്പോൾ മസ്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇത്രയ്ക്ക് ക്രൂരനായ ഒരു വ്യക്തിയാണോ സെലൻസ്കി എന്നുള്ള ചോദ്യം സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർന്നു വരികയാണ്. സെലൻസ്കിയുടെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും തുറന്നടിച്ചു കാട്ടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇലോൺ മസ്ക്. ഇലോൺ മസ്കിന്റെ എക്സ് ഹാൻഡിലുകളിൽ പ്രധാനമായും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ നമ്മൾ കാണുന്നതുമാണ്. അത്തരത്തിലുള്ള ഒരു രൂക്ഷ വിമർശനമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയെ രൂക്ഷമായി തന്നെയാണ് ടെസ്ല സിഇഒയും വൈറ്റ് ഹൗസ് ഉപദേശകനുമായ ഇലോൺ മസ്ക് വിമർശിച്ചത്. 2022 വോഗ് ഫോട്ടോഷൂട്ടിൽ സെലൻസ്കി പങ്കെടുത്തതിലാണ് വിമർശനങ്ങൾ ഉയർന്നു പൊങ്ങുന്നത്. വോഗിന്റെ കവർ ഫോട്ടോയാണ് പങ്കുവെച്ചുകൊണ്ട് എക്സിലൂടെയാണ് മസ്ക് തന്റെ ആശയവും വിമർശനവും ഉന്നയിച്ചിരിക്കുന്നത്. യുദ്ധത്തിൽ കുട്ടികൾ മരിക്കുമ്പോഴാണ് സെലൻസ്കി ഇത് ചെയ്തതെന്ന് വോഗ് മാസികയുടെ കവർ ചിത്രം പങ്കുവെച്ചുകൊണ്ട് മസ്ക് എക്സിൽ കുറിച്ചു. സെലൻസ്കിക്കൊപ്പം ഭാര്യ ഒലേന സെലൻസ്കിയും ഈ ഫോട്ടോഷൂട്ടിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പ്രശസ്ത ഫോട്ടോഗ്രാഫർ അന്നി ലെയ്ബോവിറ്റ്സ് ആണ് ചിത്രമെടുത്തിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാകുന്നതിനിടെയാണ് ഇപ്പോൾ മസ്കിന്റെ ട്വീറ്റ് ഏറെയും ശ്രദ്ധേയമാകുന്നത്. അതേസമയം ഫോട്ടോഷൂട്ടിനെതിരെ അന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നു പൊങ്ങിയിരുന്നു. റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗം ലോറൻ ബോബർട്ട് ടെക്സാണ് കോൺഗ്രസ് അംഗം മൈറ ഫ്ലോറസ് എന്നിവർ ഫോട്ടോഷൂട്ടിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നത്. അമേരിക്ക യുക്രൈന് $60 ബില്യൺ സഹായം നൽകുമ്പോൾ സെലൻസ്കി ഫോട്ടോഷൂട്ടിന്റെ തിരക്കിലായിരുന്നുവെന്നാണ് ബോബർട്ടിന്റെ വിമർശനം വന്നിരുന്നത്. എന്നാൽ $1 ബില്യൺ വിദേശ സഹായം യുക്രൈന് നൽകുന്നത് ഇനിയും തുടരണോ എന്നായിരുന്നു ഫ്ലോറസിന്റെ ചോദ്യങ്ങൾ. ഇത്തരത്തിൽ വോഗ് മാസികയുടെ ഫോട്ടോഷൂട്ടിൽ പങ്കെടുക്കുന്ന സെലൻസ്കിക്ക് സഹായം ആവശ്യമുണ്ടോ എന്നും ഫ്ലോറൻസ് അന്നേരം ചോദിച്ചിരുന്നു. അമേരിക്ക ഇപ്പോൾ നിരവധി സഹായങ്ങളാണ് യുക്രൈന് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ എല്ലാം ആവശ്യമുണ്ടോ എന്ന് ഇപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണെങ്കിലും അമേരിക്കയുടെ ലക്ഷ്യം യുക്രൈനെ സഹായിക്കുക എന്നുള്ളതല്ല എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ എന്താണ്? അവിടുത്തെ ധാതു ലവണങ്ങളാണ്. അതെല്ലാം എല്ലാവർക്കും വ്യക്തമാവുകയും ചെയ്തു. എന്താണെങ്കിലും ഇനി യുക്രൈന് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് കണ്ടു തന്നെ അറിയണം.